കോഴ്സിന്റെ ഫീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് ഞെട്ടിപ്പോയി. 2.5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ. സ്റ്റുഡൻസ് ഒക്കെ 3 ലക്ഷം കൊടുത്ത് ഇതിലേക്ക് വരുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിന്റെ ഒരു കാൽഭാഗം പോലും നമ്മുടെ ഫീസ് ഇല്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഓൺലൈനിലൂടെ പഠിക്കുന്നത് പോസിബിൾ ആണോ? 100% പോസിബിൾ ആണ്. അതായത് ഇവര് ഈ ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ആക്ച്വലി വരേണ്ടത് ഇന്റേൺഷിപ്പിന്റെ ടൈമിൽ മാത്രമാണ്. അതെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോർമൽ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി നേടുക എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഈസിയാണ്. ആൾ അത്യാവശ്യം സ്മാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു ജോലി കിട്ടും. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഹായ് ഗൈസ്, എൻ്റെ പേര് ബാഹിറ മിഷംസ് ആൻഡ് വെൽക്കം ടു എൻട്രി മെഡ് ടോക്ക്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എൻട്രി ഹെൽത്ത് കെയർ മാനേജ് ചെയ്യുന്ന ജോസേട്ടനാണ്. സോ ജോസേട്ട, വെൽക്കം ടു ദ ഷോ. യെസ്, ഉഷാറല്ലേ? ഉഷാറാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 മാസമായി. യെസ്. അപ്പോൾ എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പോരട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എൻട്രിയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എൻട്രിയിൽ ഇപ്പം ഈ കോഴ്സ് എന്നല്ല, ഏതൊരു കോഴ്സാണെങ്കിലും എൻട്രിയിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ നേരത്ത് ഓരോ കാറ്റഗറി വൈസ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യമേ നോക്കുന്ന ഈ ഒരു കോഴ്സ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടോയെന്നല്ല, അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഒരു കാറ്റഗറി ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് കൂടുതൽ കോഴ്സസ് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കോഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഗുണമുണ്ടോ, പിള്ളേർക്ക് ജോലി കിട്ടുമോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് മാർക്കറ്റ് സ്റ്റഡിയും കാര്യങ്ങളെല്ലാം ചെയ്യും. ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഹോസ്പിറ്റൽസിലെ അവരുടെ CEOs, MDs, അവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കും. അവിടെ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പം ഒരു ഹോസ്പിറ്റൽസിൻ്റെ വലിപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് അവിടുത്തെ ഓരോ ബെഡ് കപ്പാസിറ്റി വെച്ചിട്ടാണ്. 100 ബെഡ്സ് അല്ലെങ്കിൽ 500 ബെഡ്സ്. അപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിൻ്റെയും സ്റ്റാഫുകളുടെ എണ്ണം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ ആ കപ്പാസിറ്റി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് മെഡിക്കൽ സ്റ്റാഫുകളുണ്ടായിരിക്കും, നഴ്സുമാരുണ്ടായിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ടെക്നീഷ്യൻസ് ഉണ്ടാവും, അതല്ലാതെ നോൺ മെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നോൺ മെഡിക്കൽ സ്റ്റാഫുകളെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റൽസിലെ HR ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വലിയ ഒരു ചാൻസാണ് അവിടെ കണ്ടത്. അതായത് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ളൊരു കോഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു +2 ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ അവർ ഹോസ്പിറ്റൽസ് ഹയർ ചെയ്തിട്ട് അവർ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കോഴ്സ് ഒന്നും പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ വരുന്നത്. അപ്പം ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ബൂമിംഗ് ആണ് ഇപ്പോൾ, അല്ലേ? അപ്പം നമ്മൾ പുതിയ ഹോസ്പിറ്റൽസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയെ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ പൂട്ടിപ്പോയി എന്നുള്ളത് നമ്മൾ കേൾക്കണില്ല. ഇപ്പം പൂട്ടിയിട്ടില്ല എന്നല്ല, പൂട്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അതിന് മെയിൻ കാരണം അവിടുത്തെ മാനേജ്മെന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കണം. അതല്ലാതെ പേഷ്യൻസ് കുറഞ്ഞതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റൽസ് ഇനിയാണെങ്കിലും മുമ്പോട്ടാണെങ്കിലും നമുക്ക് തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ കാലുവേദന, മുട്ടുവേദന ഒക്കെ തുടങ്ങില്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കും 40-50 വയസ്സായില്ലേ. അപ്പോൾ സംഭവം പേഷ്യൻസ് കൂടും, സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യണമല്ലോ. ഇപ്പം ഹോസ്പിറ്റൽസിൻ്റെ കൗണ്ടും കൂടും. അപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ കൗണ്ട് കൂടുമ്പോൾ പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർമാർ, നഴ്സുമാർ, അതാണ് കൺസെപ്റ്റ്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അവരുടെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഡിസൈഡ് ചെയ്യും, ഡിഗ്രി അല്ലെങ്കിൽ +2, എന്നിട്ട് അവരെ എടുത്തിട്ട് ഹയർ ചെയ്തിട്ട് ഹോസ്പിറ്റൽസ് തന്നെ ട്രെയിനിങ് കൊടുത്ത് അവരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് കൊണ്ടുവരാൻ കാരണം അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ചില സ്കില്ലുകളില്ല, ചില സ്കിൽസ് ഉണ്ടാവില്ല. അതായത് ഇപ്പം ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞ് വന്ന ഒരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഇപ്പം റിസപ്ഷനിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആളെങ്ങനെ സംസാരിക്കണം, വരുന്ന പേഷ്യൻറ്റിനോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോട് എങ്ങനെ സംസാരിക്കണം, എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ ഡീൽ ചെയ്യണം. അപ്പം അത് മുതലുള്ള ഈ റിസപ്ഷനിസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ നോൺ മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഹോസ്പിറ്റലിൽ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായ വർക്ക് ഫ്ലോസ് ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു ആളെ ഹയർ ചെയ്യുന്നതും
അതറിയാത്ത ഒരാളെ ഹയർ ചെയ്യുന്നത് തമ്മിൽ എന്തായാലും ഹോസ്പിറ്റലിൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ്ങിനെ എന്തായാലും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെക്കുറിച്ച് എൻക്വയറി ചെയ്ത് കഴിഞ്ഞപ്പം റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ കൗണ്ട് കൂടുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണവും കൂടും. അപ്പം അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അവിടെ ഇത്തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടി വരുന്നതും ഹോസ്പിറ്റൽസിന്. ഇപ്പോൾ ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിലായി നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മാത്രമല്ല ഇപ്പം ജോലി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു അഷ്വറൻസ് നമുക്ക് ഒരു എന്താ പറയുന്നത്, അവിടെ ഒരു ജോലിക്കുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ കോഴ്സ് തുടങ്ങുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ കുറേ പേര് എൻക്വയറി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കാണുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേര് മാത്രം. അപ്പോൾ ഇവർ വിചാരിക്കുന്ന കുറച്ച് ജോലി വേക്കൻസി മാത്രമേ ആ ഹോസ്പിറ്റലുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ജോസേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവർ ബാക്കിൽ കുറേ സ്റ്റാഫ്സ് ഉണ്ട്, അപ്പം അത്രത്തോളം ആൾക്കാർ ആവശ്യമുണ്ട്. സോ ഇതിൽ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ. അതായത് ഇപ്പം നമ്മൾ ഒബ്വിയസ്ലി ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വലിപ്പം അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ ചെറിയൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വേക്കൻസീസ് കുറവായിരിക്കും. പക്ഷേ ആസ്റ്റർ, അതുപോലെ സൺറൈസ് ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി, കിംസ് ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലേക്കും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മളിപ്പം ഒന്നാമത്തെ കാര്യം തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവും, അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. ആ റിസപ്ഷനിസ്റ്റുകൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഓപ്പറേഷൻസ് ടീം എന്ന് പറയുന്നത് തന്നെ പല ഹോസ്പിറ്റലിലും ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ഉള്ളത് ഓപ്പറേഷൻസിലായിരിക്കും. അപ്പം പിന്നെ അതുപോലെ HR ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, PROs, പേഷ്യൻ്റ് റിലേഷൻസ് ഓഫീസേഴ്സ് ഉണ്ട്. PROs തന്നെ കുറേ ഉണ്ട്. മെയിൻ ആയിട്ടുള്ളൊരു ഓഫീസർ ഉണ്ടാവും, ആളുടെ താഴെ ധാരാളം PR അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഓരോ ഇപ്പം ലെറ്റ്സ് ഇപ്പം ഓർത്തോ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട്, അതിനെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇത്തരത്തിലുള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ള ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സ്റ്റാഫുകളുണ്ട്. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഹോസ്പിറ്റലുണ്ട്. പിന്നെ അതുപോലെ അതല്ലാതെ പിന്നെ MRD, പിന്നെ ലെറ്റ്സ് ഓരോ വാർഡുകളും ഉണ്ടായിരിക്കും, ഓരോ ഫ്ലോറുകളും ഉണ്ടായിരിക്കും, ഫ്ലോർ മാനേജേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വേക്കൻസീസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടീം വേണം അവിടെ. ഇത് കറക്റ്റായിട്ടുള്ള ഒരു ടീമിനെ അവിടെ പ്ലേസ് ചെയ്തെങ്കിലേ ആ ഹോസ്പിറ്റൽ തന്നെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യത്തുള്ളൂ. സോ അവിടെ നല്ലൊരു എന്താ പറയുന്നത് സാധ്യതകളുണ്ട് അവിടെ. ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം ജസ്റ്റ് ഒരു നോർമൽ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി നേടുക എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഈസിയാണ്. ആൾ അത്യാവശ്യം സ്മാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു ജോലി കിട്ടും. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കോഴ്സിനകത്താണെങ്കിലും അത്തരത്തിലുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എനിക്ക് വേറൊരു ഡൗട്ടുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഈ കോഴ്സിന് മടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ചിലപ്പോൾ സാലറി കുറയോ സാലറി കൂടുമോ. അപ്പോൾ ഞാൻ കുറേ CEOs നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ കിട്ടി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഒരാൾ PRO നിന്നിട്ട് CEO എത്തിയ ആൾക്കാരുണ്ട്. അതുപോലെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയി തുടങ്ങിയ ആൾ CEO ആയിട്ടുള്ള. അതുപോലെ തന്നെ ഇപ്പോൾ സൺറൈസ് CEO ആയി നിൽക്കുന്ന സഫീർ സാറ് ആദ്യം നേഴ്സായിരുന്നു. ഇപ്പോൾ നേഴ്സായി നിന്നിട്ട് ആളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹമാണ്. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസിനോട് ജോസായിട്ട് എന്താ പറയാ? അതായത് നമ്മൾ ഏതൊരു ജോലിയാണെങ്കിലും കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ലക്ഷ്യം. നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, ആ ജോലിയിൽ ഏറ്റവും ബെസ്റ്റ് പേഴ്സണായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഫ്രണ്ട് ഓഫീസിൽ കയറിയാൽ പോലും ആ ഹോസ്പിറ്റലിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് നല്ലൊരു എംപ്ലോയി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. ആൾക്ക് എന്തായാലും CEO ലെവലിലേക്ക് വരെ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്സ്കിൽ ആവുക എന്നുള്ളതാണ്. നമ്മൾ അപ്സ്കിൽ ആവുക, നമ്മൾ ജോലിയിൽ നമ്മൾ ആത്മാർത്ഥത വിട്ടുകളയാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കരിയർ ഗ്രോത്ത് എന്തായാലും അവിടെ ഉണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മറ്റേ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ട് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി ഡിഫറെൻ്റ് ആവുന്നു? ഒന്നാമത്തെ കാര്യം, നമ്മൾ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ കേരള ലെവലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു കോച്ചിങ് ആണെങ്കിലും അഫോർഡബിൾ ആയിട്ട്, അപ്പം കേരള PSC പോലെയുള്ള
1000 രൂപയ്ക്കും 1200 ഒക്കെയാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും കിടിലൻ ഫാക്കൽറ്റീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഒരു ജോലി നേടുക എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരാൾ എൻക്വയറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടത്തേക്ക് റേറ്റ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഫീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് ഞെട്ടിപ്പോയി. 2.5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 3 കേട്ടു 2.5 ലക്ഷം രൂപയുടെയൊക്കെ കോഴ്സ് ആണ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൊടുക്കുന്നത്. അത്രയുള്ള സംഭവം ഒന്നും ഇല്ല ആക്ച്വലി. ഒരു വർഷത്തെ കോഴ്സിന് അതൊക്കെ ഇച്ചിരി കൂടുതലാണ് ആക്ച്വലി. സംഭവം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അത് പഠിക്കുക, അതിൻ്റെ വർക്ക് ഫ്ലോ പഠിക്കുക, പിന്നെ നമുക്ക് അവിടെ ആ ഒരു ഹോസ്പിറ്റലിനെ അലമ്പൊന്നും ഉണ്ടാവാതെ നോക്കുക, അതിനുള്ളൊരു സ്കില്ലാണ് ശരിക്കും വേണ്ടത്. അതിന് ഈ 2 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നുമില്ല, ഉറപ്പായിട്ടും. അതിന്റെ കോച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സ്റ്റുഡൻസ് ഒക്കെ 3 ലക്ഷം കൊടുത്ത് ഇതിലേക്ക് വരുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിന്റെ ഒരു കാൽഭാഗം പോലും നമ്മുടെ ഫീസ് ഇല്ല. അത് അത്രയും കോഴ്സ് എനിക്ക് എൻ്റെ കൺസെപ്റ്റിൽ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഫോക്കസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുക, സ്റ്റുഡൻറ്റിനെ നമ്മുടെ ഇമ്പാക്ട് സൈഡ് ഏറ്റവും നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു കൺസേൺ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വരുന്ന സ്റ്റുഡൻസിനെ എല്ലാവരെയും തന്നെ പ്ലേസ്ഡ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ മറ്റേ ഇത്ര ലേഡീസിനെ ജോലി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആ ഒരു എൻട്രി എന്ന് പറയുന്ന സ്ഥാപനത്തിന് കേരളത്തിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എത്ര റവന്യൂ ഉണ്ടാക്കാം അതല്ല നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറകെ വന്നോളും. റൈറ്റ്, യാ. അപ്പം അതുപോലെ തന്നെ കുറേ പേർക്ക് സംശയമുണ്ട്, നമ്മൾ കുറേ CEOs ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, കുറേ ഹോസ്പിറ്റലായിട്ട് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? കുറേ കൊളാബറേഷൻ വരുന്നുണ്ട്, അതൊക്കെ എന്താ? നമ്മൾ ഇൻഡസ്ട്രി ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാവണം. നമ്മൾ ഇപ്പം നമ്മുടെ കോഴ്സ് തുടങ്ങിയപ്പോൾ ഉള്ളൊരു കോഴ്സല്ല, ഇത് ഇവോൾവിങ് ആണ്. കാരണം ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടുത്തെ CEOസുമായിട്ട് സംസാരിക്കുമ്പോഴും അവിടുത്തെ മാനേജിങ് ഡയറക്ടേഴ്സുമായിട്ടും സംസാരിക്കുമ്പോഴും അവിടുത്തെ എസ്പെഷ്യലി HR ടീമുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴൊക്കെ മനസ്സിലാവുന്നൊരു സംഭവം, സ്റ്റുഡൻസ് വരുന്നത് വേറെ, ആക്ച്വലി ഹോസ്പിറ്റൽസ് എക്സ്പെക്ട് ചെയ്യുന്നത് വേറെ. അപ്പോൾ ആ ഹോസ്പിറ്റൽസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോഴ്സ് എപ്പോഴും ഇവോൾവിങ് ആണ്. ഓരോ ടൈമിലും ഓരോ ഹോസ്പിറ്റൽസുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ എങ്ങനെയാണ് ഓരോ വർക്ക് ഫ്ലോ പോകുന്നത് അത് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ നോക്കിയിട്ട് നമ്മുടെ കോഴ്സിനെ മറ്റുള്ള കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പം എടുത്തു നിൽക്കുന്ന ഏറ്റവും, അല്ലെങ്കിൽ നമ്മുടെ USP ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും അത് തന്നെയാണ്. ഉറപ്പായിട്ടും നമ്മൾ അങ്ങനത്തെ സ്റ്റുഡൻസിനെ മോൾഡ് ചെയ്ത്, ഇപ്പോൾ ഹോസ്പിറ്റൽസിന് എങ്ങനത്തെ സ്റ്റുഡൻസിനെ വേണം ആ രീതിയിൽ നമ്മൾ സ്റ്റുഡൻസ് മോൾഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ഓഫീസ് ഓട്ടോമേഷൻ കുറേ ഉണ്ട്. അതായത് ഇപ്പം ജസ്റ്റ് ഒരു കാര്യം, ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന്റെ കുറെ തിയറീസ് അല്ല ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള കുറച്ച് സ്കിൽസ് വേണം, ആളുമായിട്ട് സംസാരിക്കാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽസ് വേണം. കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, അവരെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യാനും അവർക്കുള്ള വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ലീഡർഷിപ്പ് സ്കില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇത് ഈ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് സ്റ്റുഡൻസിനെ നമുക്കത് എന്ത് ചെയ്യണം, ആ സാധനമാണ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോഴ്സ് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ തുടങ്ങിയത് 6 മാസത്തെ കോഴ്സ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇറങ്ങി നടന്ന് അത് പറ്റില്ല, നമുക്ക് 4 മാസം ഇന്റേൺഷിപ്പ് കൊടുക്കണം, നമ്മൾ തന്നെ റിയലൈസ് ചെയ്തു. നമുക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി, ആ സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ മാറ്റിക്കില്ല, അപ്പം തന്നെ സെറ്റാക്കി. നമുക്കിത് എപ്പോഴും ഇവോൾവിങ് ആണ്. ഇപ്പം ടെക്നോളജീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് എല്ലാവരും ഏബിൾഡ് ആവണം, അല്ലെങ്കിൽ നമ്മൾ ബാക്കൗട്ട് ആയി പോകും. അത് നമ്മുടെ കേസ് മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിലും ഇവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഡിജിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അവർക്കൊരു HIS ഉണ്ടായിരിക്കും, ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ആ സോഫ്റ്റ്വെയർ എല്ലാ ഹോസ്പിറ്റലിനെയും സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനികളുണ്ടാവും, അതായത് IT കമ്പനികളുണ്ട്, അവരായിരിക്കും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തവർക്ക് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സോഫ്റ്റ്വെയറിനകത്താണ് ഇവരുടെ ഈ ആ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിനകത്താണ്. അതിനകത്ത് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്, നമ്മുടെ ഇവരുടെ ലീവ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, സാലറി ക്രെഡിറ്റ് ആവുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനകത്താണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കുക എന്നുള്ളതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതും നമ്മൾ നമ്മുടെ കോഴ്സിലൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞാലും എന്തായാലും സ്റ്റുഡൻറ്റിന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ, ഹോസ്പിറ്റലിൽ എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിന് നമ്മൾ ചെന്നിട്ട് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അതൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടത്തില്ല, സ്വാഭാവികമാണ്. അപ്പം അതും കൂടി ട്രാക്ക് ചെയ്യാനുള്ള കോഴ്സും കൂടി നമ്മൾ നമ്മുടെ കോഴ്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ്റർവ്യൂ 2 കാര്യങ്ങളുണ്ട്. അതായത് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന നോർമൽ ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ, അത് മാത്രമല്ല ഇന്റേൺഷിപ്പ് കിട്ടണമെങ്കിൽ പോലും ചില ഹോസ്പിറ്റൽസ് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടിനും ഇന്റേൺഷിപ്പ് കിട്ടാനുള്ളതും പ്ലേസ്മെൻറ്റിൻ്റെ സമയത്തേക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ചിലപ്പം ഒരു ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് വേറൊരു ഹോസ്പിറ്റലായിരിക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ പോലും മോക്ക് ഇൻ്റർവ്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസ് ഇങ്ങനെ ചോദിച്ച് വരുന്നുണ്ട് അല്ലേ ഇൻ്റർവ്യൂ. ആക്ച്വലി നമ്മൾ സ്റ്റുഡൻസിനോട് പറയണത് തന്നെ, ഇപ്പം ഓറിയൻറ്റേഷൻ്റെ സമയത്താണെങ്കിലും പറയുന്നത്, നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സെറ്റ് ഓഫ് മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പോരാ, നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് കാര്യം സംസാരിച്ചു, അത് ക്ലിയർ ആണ്. പിന്നെ ഉള്ളത്, നമ്മളിവിടെ ഓൺലൈനാണ് കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഓഫ്ലൈൻ പഠിച്ചാൽ നല്ലതല്ല, ഓഫ്ലൈൻ അല്ല നല്ലത് എന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഓൺലൈനാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഓൺലൈനിലൂടെ പഠിക്കുന്നത് പോസിബിൾ ആണോ? 100% പോസിബിൾ ആണ്. അതായത് ഇവർ ഈ ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ആക്ച്വലി വരേണ്ടത് ഇന്റേൺഷിപ്പിൻ്റെ ടൈമിൽ മാത്രമാണ്. അതെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിപ്പം ഇപ്പോൾ എൻട്രി തുടങ്ങിയ സമയത്ത് കേരള PSC ാണ് തുടങ്ങിയത്. ആ സമയത്ത് ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് വന്നതാണ്. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഓഫ്ലൈനായിട്ട് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. എന്നിട്ടിപ്പോൾ നോക്കി എത്ര പിള്ളേർക്കാണ് ജോലി കിട്ടുന്നത്, എത്ര പിള്ളേരാണ് റാങ്ക് ലിസ്റ്റിൽ കയറിയേക്കുന്നത്. ഇതെല്ലാം ഓൺലൈനായിട്ട് പോസിബിൾ ആണ്. ഇതിൽ ഓഫ്ലൈൻ കേസ് വരുന്നത് ജോലിക്ക് പോകുമ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. അതേസമയം തന്നെ ഇന്റേൺഷിപ്പിന് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് എടുക്കാൻ നേരത്തും ഓഫ്ലൈനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റഡീസ്, അക്കാദമിക്സ് കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈനായിട്ട് പോസിബിൾ ആണ്. കമ്പ്യൂട്ടറാണ്, ഈ സോഫ്റ്റ്വെയറിലാണ് ഇവരുടെ മേജർ വർക്ക് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ നമുക്ക് ഓൺലൈനായിട്ട് പോസിബിൾ ആണ്. ലാപ്ടോപ്പ് ഉണ്ടായ കാര്യങ്ങൾ നടത്തും. ഇപ്പോൾ നമ്മൾ 4 മാസത്തെ ഓൺലൈൻ കഴിഞ്ഞിട്ട് പിന്നെ 4 മാസം ഇന്റേൺഷിപ്പ്, 3 മാസത്തെ ഇന്റേൺഷിപ്പ് മിനിമം, 1 മാസം എക്സാമും കാര്യങ്ങളായിട്ടുള്ള സെറ്റ് ആവും. ഓ, അടിപൊളി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ, ഇപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിനോട്, അല്ലെങ്കിൽ കുറെ പേര് മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഈ കോഴ്സ് എടുക്കണോ വേണ്ടയോ, ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് പറ്റുമോ, അങ്ങനത്തെ സ്റ്റുഡൻസിനോട് ജോസേട്ടന് പറയാനുള്ള എന്താണ്? വേറൊന്നുമല്ല, ഒരു നല്ലൊരു കരിയർ ഗ്രോത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എന്തായാലും ജോലി വേണം അല്ലെ, സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ ജോലി വേണം. അപ്പോൾ നമ്മൾ ജോലി തീരുന്ന ഒരു സമയത്ത്, റിട്ടയർ ആവുന്ന ഒരു സമയത്ത് നല്ലൊരു പൊസിഷനിൽ നമുക്ക് റിട്ടയർ ആവാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്വാഭാവികമായിട്ടും ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. മാത്രമല്ല എസ്പെഷ്യലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ധാരാളം വേക്കൻസീസ് ഉണ്ട്. കാരണം ഇഷ്ടം പോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്, അത് ഒന്നാമത്തെ കാര്യം. ഇപ്പം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ മേളിലുള്ള ഒരു ലെവലിലേക്കായിരിക്കും അടുത്ത ഹോസ്പിറ്റലിൽ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതും അവിടെ ഒരു 3-4 വർഷം ജോലി എടുത്തിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്കും അതിലും മേളിലുള്ള ഒരു പൊസിഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് സാലറി കയറിക്കൊണ്ടിരിക്കുക, നല്ല സാലറി ഉണ്ട്. ഇവിടുന്ന് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ടോട്ടൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം ഒരു 5 വർഷം പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ഒരു 5-6 വർഷം കേരളത്തിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നമ്മുടെ ഗൾഫ് കൺട്രീസിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യങ്ങളിലേക്കോ ഒരു ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള പോസ്റ്റിലേക്ക് വേക്കൻസി കിട്ടി പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പം ഇതന്നെയാണ് ഈ ഒരു കോഴ്സിന്റെ മെയിൻ ഒരു അട്രാക്ഷനും. അത് ഒത്തിരി ആൾക്കാർക്കിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ പോയാലും പുറത്ത് രാജ്യത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു സെക്ടർ ഭയങ്കര പേയിങ് ആണ്. അതെ, ഞാൻ അങ്ങോട്ട് എവിടൊക്കെ ഇപ്പൊ കൊറോണ വന്നപ്പോഴും എല്ലാവരും ജോലി പോയപ്പോഴും ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിട്ടുണ്ട്, അവർക്കും ജോലി കൂടി. അപ്പൊ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ടാവും.
അപ്പൊ ധൈര്യമായിട്ട് എടുക്കണം. അതെ, ഇനിയിപ്പം H1N1 വരുന്നു, നിപ്പ വരുന്നു, ഇഷ്ടം പോലെയാണ്. ഇഷ്ടം പോലെയാണ്. ഏറ്റവും കൂടുതൽ ആക്ച്വലി ഗവൺമെന്റ് ജോലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് സെക്യൂരിറ്റി ഉള്ളത് എനിക്ക് തോന്നുന്നത് മെഡിക്കൽ ഫീൽഡിൽ. ഞങ്ങളുടെ ജോലി പോയാലും നിങ്ങളുടെ ജോലിയൊന്നും പോകില്ല. അതെ, നമ്മളൊക്കെ ജോലിയൊക്കെ AI വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ജോലി AI എനിക്ക് തോന്നുന്നില്ല ഹെൽത്ത് കെയറിലെ ജോലി AI അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ടച്ച് ആണല്ലോ. അതെ, ആ പേഷ്യൻസുമായിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു റോബോട്ടിനോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ഇരച്ച് കയറി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു അവിടെ അതാണ് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കോഴ്സ് ജോയിൻ ചെയ്യുക. അതെ, എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ ജോബ് സെക്യൂരിറ്റി നിങ്ങൾ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലെ ഈ ഒരു മേഖല നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റും അസിസ്റ്റൻസും അതുപോലെ ഇൻറ്റേൺഷിപ്പും അസിസ്റ്റൻസും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. അതെ. സോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറിൽ നമ്മൾ വിളിച്ചാലും മതി. നമ്മൾ 24 hours അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു ജോസേട്ടാ. യെസ്, താങ്ക് യു ഫോർ കമ്മിങ് ടു ദ ഷോ. താങ്ക് യു ഗൈസ്.